നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഉടൻ അറസ്റ്റ് നടന്നിരിക്കണം, കട്ടായം കലിപ്പിച്ച് ഹൈക്കോടതി ഗർജനം. AKG സെന്റർ പിളർത്തിയായിരുന്നു ഹൈക്കോടതി ജഡ്ജി എ ബദറുദ്ദീന്റെ കഴിഞ്ഞ ദിവസത്തെ ഉത്തരവുകൾ. ഇതിനുശേഷം ഇരിക്കപ്പൊറുതിയില്ലാത്ത നെട്ടോട്ടത്തിലാണ് അന്വേഷണ സംഘം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വരും മണിക്കൂറുകളിൽ ഒരു അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള ചില അഭ്യൂഹങ്ങൾ പുറത്തേക്ക്. SIT തൂക്കിയെടുക്കുക ശങ്കർദാസിനെയോ വിജയകുമാറിനെയോ? ഈ ചോദ്യം ശക്തം. അറസ്റ്റ് ഇവരിൽ ആരുടേതാണെങ്കിലും AKG സെന്ററിലെ അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കില്ല SIT. ഹൈക്കോടതി രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നത് അന്വേഷണ സംഘത്തെ മുള്ളുമ്മേൽ നിർത്തിയിരിക്കുന്നു. CM ഓഫീസിലെ തിരക്കിട്ടുള്ള ചർച്ചകൾ കാണുമ്പോൾ SIT തൂക്കിയെടുക്കാൻ പോകുന്നത് ശങ്കർദാസിനെ ആണോ എന്ന് സംശയം. ശങ്കർദാസിന്റെ മകൻ പോലീസ് ഏമാൻ പിണറായി വിശ്വസ്തനാണല്ലോ. തൃശൂർ DIG ഹരിശങ്കർ സാറിന് അച്ഛന്റെ ഗതി ഓർത്തിട്ട് ഉറക്കമില്ല. ഉന്നത ഉദ്യോഗസ്ഥന്റെ അച്ഛനെ എങ്ങനെ ചോദ്യം ചെയ്യലിന് തൂക്കിക്കൊണ്ടുപോകുമെന്നറിയാതെ കുഴങ്ങി SITയും. ശങ്കർദാസ്, വിജയകുമാർ എന്നിവരുടെ അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോകാൻ CM ഓഫീസിൽ പണി തുടങ്ങിയിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ള കേസിൽ 15 പേരുടെ പേരാണ് പ്രതിപട്ടികയിലുള്ളത്. ഇതുവരെ 8 അറസ്റ്റ് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരി, ബെല്ലാരി ജ്വല്ലറി ഉടമ ഗോവർദ്ധനൻ എന്നിവർ പുറത്തേക്കുള്ള കണ്ണികളാണ്. ബാക്കിയെല്ലാം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണ്. ശങ്കർദാസിനെയും വിജയകുമാറിനെയും രക്ഷിക്കാൻ തൽക്കാലത്തേക്ക് ദേവസ്വം ബോർഡിലെ മറ്റാരുടെയെങ്കിലും അറസ്റ്റിനും സാധ്യതയുണ്ട്. പാർട്ടിയോട് കൂറുള്ള ഒരുത്തന്റെ അറസ്റ്റിനാകും സാധ്യതയെന്നും ചർച്ചകൾ വരുന്നു. വാസു, പത്മകുമാർ എന്നിവരുടെ അറസ്റ്റ് നടക്കുമ്പോൾ CPM കേന്ദ്രങ്ങൾ വിറച്ചുവെങ്കിലും വലിയ പ്രതിരോധത്തിന് പാർട്ടി നിന്നില്ല. കാരണം ഇരുവരും പാർട്ടിയോട് വിധേയപ്പെട്ടവരാണ്. പാർട്ടി പേടിയിൽ അത്യുന്നതങ്ങളിലേക്കുള്ള പേര് ഇവരുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരില്ല എന്ന ആശ്വാസത്തിലാണ് പാർട്ടി. എന്നാൽ ശങ്കർദാസ്, വിജയകുമാർ അങ്ങനെയല്ല. ഇരുവർക്കും വലിയ പാർട്ടി സ്നേഹമൊന്നുമില്ല. കൊള്ളയ്ക്ക് വഴിവെട്ടി തന്നു എന്നൊരു നന്ദിയും കടപ്പാടും മാത്രമേ ഇവർക്കുള്ളൂ. കുടുങ്ങുന്നുവെന്ന് കണ്ടാൽ ഇരുവരും ഉള്ള സത്യങ്ങൾ വിളിച്ചു കൂവും. ഇതാണ് ഇരുവരുടെയും അറസ്റ്റ് നടന്നാൽ പാർട്ടിയെ വിറളി പിടിപ്പിക്കുന്നത്. ഒരു അറസ്റ്റ് ഉടൻ ഉണ്ടാകും. അത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായിരിക്കും. ശങ്കർദാസ്, വിജയകുമാർ കൂട്ടത്തെ രക്ഷിക്കാൻ തൽക്കാലത്തേക്ക് മറ്റൊരു അറസ്റ്റിലേക്ക് വഴുതി പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇരുവരുടെയും ചോദ്യം ചെയ്യലും അറസ്റ്റും അധികം നീട്ടിക്കൊണ്ടുപോകാൻ SITക്ക് കഴിയില്ല. ഹൈക്കോടതി കഴിഞ്ഞ ദിവസം SITയെ ലോക്കാക്കുകയായിരുന്നു ചെയ്തത്. 2 പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ കോടതിയുടെ വിമർശനം വന്നത്. കേസിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറിന് പുറമെ ബോർഡിലെ മറ്റംഗങ്ങൾക്കും തുല്യമായ ക്രിമിനൽ ഉത്തരവാദിത്തമുണ്ടെന്ന് കോടതി വെട്ടിത്തുറന്ന് പറഞ്ഞത്. 2019 ദേവസ്വം ബോർഡ് മെമ്പർമാരായിരുന്ന KP ശങ്കർദാസ്, N വിജയകുമാർ എന്നിവരെ അന്വേഷണ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയത് ഗുരുതരമായ പിഴവാണ്. പ്രസിഡന്റിനൊപ്പം ഇവർക്കും സംഭവത്തിൽ തുല്യ പങ്കാളിത്തമുണ്ട്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്ത് സ്വർണം പൂശാനായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് ബോർഡിന്റെ കൂട്ടായ തീരുമാനമായിരുന്നു. എന്നിട്ടും പത്മകുമാറിനെതിരെ മാത്രം നടപടിയെടുത്തത് എന്തുകൊണ്ടാണെന്ന് കോടതി SITയോട് ചോദിച്ചു. ഒഴിവാക്കപ്പെട്ട ബോർഡ് അംഗങ്ങളെ കാര്യമായി ചോദ്യം ചെയ്തതായി രേഖകളിലും കാണുന്നില്ല. ഇത് അന്വേഷണത്തിന്റെ വിശ്വാസ്യതയെ ബാധിക്കുന്ന കാര്യമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കോടതിയുടെ ഈ ഒരു നിരീക്ഷണത്തിൽ SIT അടിമുടി പതറി. അന്വേഷണത്തിന്റെ ദിശ ഉടൻ ശങ്കർദാസ്, വിജയകുമാർ എന്നിവരിലേക്ക് തിരിക്കണമെന്ന് SITയോട് ഉത്തരവിടുകയായിരുന്നു ആ നിമിഷത്തിൽ ഹൈക്കോടതി. നമുക്കറിയാം, SIT എടുത്ത കേസിൽ അതിൽ ദേവസ്വം ബോർഡിലെ 15 ഉദ്യോഗസ്ഥരുടെ പേരുകളാണ് പ്രതിപട്ടികയിലുള്ളത്. പക്ഷേ അതിൽ 6 അറസ്റ്റും നടന്നിരിക്കുന്നത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെയാണ്. പത്മകുമാറിൽ വന്ന് ആ അന്വേഷണം നിലയ്ക്കുകയായിരുന്നു. ദേവസ്വം ബോർഡിലെ മറ്റു ഉദ്യോഗസ്ഥരിലേക്ക് SIT കടന്നില്ല. അതെന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ഏറ്റവും പ്രസക്തമായിരുന്നു. അതായത് കൂട്ടായ ഉത്തരവാദിത്തത്തോടെയാണ് അവിടെ കൊള്ള നടന്നിരിക്കുന്നതെന്ന് ഈ പറയുന്ന പത്മകുമാറും വാസുവും ഒക്കെ മൊഴി നൽകിയിട്ടുണ്ട്. മുരാരി ബാബു പറഞ്ഞിരിക്കുന്നത് ഇതിൽ 1-2 പേർ മാത്രമല്ല, പല ഉന്നതന്മാരും ഉണ്ട് എന്ന് തന്നെയായിരുന്നു. ആ ഉന്നതന്മാർ ആരൊക്കെയാണ്? അവരിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല? പത്മകുമാറിൽ മാത്രം SIT തങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ട്? അതിന് മുന്നിലേക്ക് പോകാനുള്ള തടസ്സം എന്താണ്? സർക്കാരിൽ നിന്നുള്ള തടസ്സം ഉണ്ടാകുന്നുണ്ടോ? സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ടോ? തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ കോടതി മുറിക്കുള്ളിൽ നിന്നുകൊണ്ട് ഹൈക്കോടതി അന്വേഷണ ഉദ്യോഗസ്ഥരോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. ഇതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരുടെ മുഖമോ പദവിയോ നോക്കാതെ നടപടി എടുത്തിരിക്കണം എന്നുള്ളതാണ്. കോടതിക്കും കൃത്യമായി അറിയാമല്ലോ ശങ്കർദാസ് അത്ര ചെറിയ ആളൊന്നുമല്ല എന്ന്. ഒരു പോലീസ് ഏമാന്റെ
അച്ഛനും കൂടിയാണല്ലോ. അതുകൊണ്ട് പല വഴിക്ക് ശങ്കർദാസിനെയും വിജയകുമാറിനെയും ഒക്കെ രക്ഷിച്ചെടുക്കാനുള്ള പല കളികൾ നടക്കും. അത്തരം കളികളൊന്നും ഹൈക്കോടതിയിൽ വില പോകില്ല എന്നുള്ള കൃത്യമായ മുന്നറിയിപ്പായിരുന്നു ഹൈക്കോടതി കൊടുത്തിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ KP ശങ്കർദാസിനെ പ്രത്യേക അന്വേഷണ സംഘം മുൻപ് ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ആ മൊഴികളിൽ വലിയ വൈരുദ്ധ്യമുണ്ടായിരുന്നു. എന്നിട്ടും വീണ്ടും വിളിച്ച് ചോദ്യം ചെയ്തിരുന്നില്ല ശങ്കർദാസിനെ. അതെന്തുകൊണ്ടാണ്? SIT മറുപടി പറയേണ്ടി വരും. ഇതൊക്കെയാണ് ഹൈക്കോടതി സംശയത്തോടെ നിരീക്ഷിച്ചതും. തന്ത്രിയും ഉദ്യോഗസ്ഥരും തീരുമാനിച്ച കാര്യങ്ങളാണ് ബോർഡ് ശബരിമലയിൽ നടപ്പാക്കിയതെന്നായിരുന്നു ശങ്കർദാസ് ആദ്യം മൊഴി കൊടുത്തത്. 2019 ശബരിമല ശ്രീകോവിലിന്റെ സ്വർണ്ണ കട്ടിളപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളിയും ചെമ്പായി മാറിയെന്ന് രേഖപ്പെടുത്തിയതിൽ സംശയം തോന്നിയിരുന്നില്ല. സ്വർണത്തിന്റെ തിളക്കം കുറഞ്ഞെന്നും വീണ്ടും സ്വർണം പൂശണമെന്നുമുള്ള ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് ബോർഡ് അംഗീകരിക്കുകയായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ വെച്ച് പലതവണ കണ്ടിട്ടുണ്ടെങ്കിലും വ്യക്തിപരമായി അടുപ്പമില്ല. ശബരിമലയുടെ പേരിൽ യാതൊരു സാമ്പത്തിക ലാഭവും നേടിയിട്ടില്ല എന്നും ശങ്കർദാസ് SITക്ക് നൽകിയ മൊഴി. എന്നാൽ ശങ്കർദാസ് പറഞ്ഞതിൽ തന്നെ അയാളെ കുടുക്കുന്ന പലതും ഉണ്ടായിരുന്നു. പോറ്റിയെ തനിക്ക് വ്യക്തിപരമായി അറിയില്ല എന്നായിരുന്നു ശങ്കർദാസ് പറഞ്ഞത്. എന്നാൽ പോറ്റിയുടെ മൊഴിയിലുണ്ട് ദേവസ്വം ബോർഡിലെ ഉന്നതരുമായിട്ടൊക്കെ തന്നെ തനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത്. അതിന്റെ തെളിവുകളും പോറ്റി SITക്ക് കൈമാറിയിട്ടുണ്ട്. N വിജയകുമാറിനെയും പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. വിജയകുമാറും പറഞ്ഞത് ശങ്കർദാസ് പറഞ്ഞ അതേ മൊഴി തന്നെയാണ്, അതായത് പോറ്റിയെ അറിയില്ല എന്ന്. പക്ഷെ പോറ്റി പറഞ്ഞിട്ടുണ്ട് ഇവരെ എല്ലാം എനിക്ക് നല്ല വ്യക്തമായി അറിയാമെന്ന്. പോറ്റി അങ്ങനെ പറയണമെങ്കിൽ തന്നെ കുടുക്കിയാൽ താൻ പലരെയും കുടുക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു. എന്നിട്ടും ഈ ഒരു തവണ മാത്രമായിരുന്നു ശങ്കർദാസിനെയും വിജയകുമാറിനെയും SIT വിളിച്ച് ചോദ്യം ചെയ്തത്. ഇവരുടെ മൊഴിയിൽ തന്നെ വലിയ കൃത്രിമമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ട് SIT വിളിച്ച് ചോദ്യം ചെയ്തില്ല? അവിടെയാണ് നമ്മൾ കാണേണ്ടത്. ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ അച്ഛനെ SIT എങ്ങനെ വിളിച്ച് ചോദ്യം ചെയ്യും? ഉദ്യോഗസ്ഥർക്ക് മേൽ അത്രത്തോളം പ്രഷർ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ശങ്കർദാസും വിജയകുമാറും അകത്തായാൽ അവിടെ കിടന്നു തീരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ജാമ്യം പോലും ഒരുത്തനും കോടതി കൊടുക്കില്ല. ഈ പേടിയിൽ പേടിച്ചു വിറച്ചു കഴിയുകയാണ് ഇരുവരും ഇപ്പോൾ. ശബരിമല എന്ന വിശ്വാസമൊന്നും ശങ്കർദാസിനില്ല. 2019 യുവതികളെ മല കയറ്റാനും ആചാരം ലംഘിക്കാനും മുന്നിൽ നിന്നവരുടെ കൂട്ടത്തിൽ ശങ്കരേട്ടനും വിജയകുമാറും ഒക്കെ ഉണ്ട്. അയ്യപ്പ വിശ്വാസമല്ല, മറിച്ച് സ്വർണത്തിലും സമ്പത്തിലുമായിരുന്നു ഇരുവർക്കും കണ്ണുണ്ടായിരുന്നത്. ഇവർക്ക് ശബരിമല കൊള്ളയ്ക്കുള്ള ആയുധം മാത്രമായിരുന്നു. ആചാര ലംഘനം നടത്തിയതിന് മുൻപ് ശങ്കർദാസ് വിവാദത്തിൽപ്പെട്ടിട്ടുണ്ട്. ഇരുമുടിക്കെട്ടില്ലാതെ 18-ാം പടി കയറി വിവാദത്തിൽ നിറഞ്ഞിരുന്നു. പിന്നീട് ഇതിൽ വിശദീകരണവുമായി ശങ്കർദാസ് രംഗത്ത് വരികയും ചെയ്തിരുന്നു. താൻ ശബരിമല ക്ഷേത്രത്തിലെ ആചാരങ്ങൾ ലംഘിച്ചിട്ടില്ല എന്നായിരുന്നു ശങ്കർദാസ് പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. ഇരുമുടിക്കെട്ടില്ലാതെ 18-ാം പടി കയറി എന്ന വിവാദത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ വളഞ്ഞിട്ട് ചോദ്യം ചെയ്തപ്പോഴായിരുന്നു ശങ്കർദാസിന്റെ ഈ മറുപടി. 18-ാം പടി കയറിയത് ചടങ്ങിന്റെ ഭാഗമായാണ്. ആചാരവും ചടങ്ങും വ്യത്യസ്തമാണെന്നും KP ശങ്കർദാസ് വ്യക്തമാക്കിയിരുന്നു. വത്സൻ തില്ലങ്കേരി ആചാര ലംഘനം തന്നെയാണ് നടത്തിയത്. പടിപൂജ ഒരു ചടങ്ങ് മാത്രമാണ്. ആഴി തെളിയിക്കാൻ പോയപ്പോൾ താൻ കൂടെ പോകുകയായിരുന്നു. ദേവസ്വം ബോർഡ് പ്രതിനിധിയായി ബന്ധപ്പെട്ടവർ ക്ഷണിച്ചതിന്റെ ഭാഗമായാണ് താൻ പോയത്. ഇതെല്ലാ വർഷവും നടക്കാറുള്ളതാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സന്നിധാനത്ത് വരാതിരുന്നത് വ്യക്തിപരമായ കാരണങ്ങളാലാണെന്നും ശങ്കർദാസ് അറിയിച്ചിരുന്നു. അതായത് 2019 മുതൽ തന്നെ അവിടെ പല വിവാദങ്ങളും പുകഞ്ഞും കത്തിയും ഒക്കെ നിന്നതാണ്. ആചാരങ്ങൾ ലംഘിക്കാൻ ഇവരൊക്കെ മുന്നിൽ നിന്നവരുമാണ്. അങ്ങനെ മുന്നിൽ നിന്നവരെല്ലാം ഇപ്പോൾ അകത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നിനും മറുപടി പറയാതെ പോകേണ്ടി വരില്ല. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് കേട്ടിട്ടില്ലേ? ചെയ്യുന്നതിനെല്ലാം തിരിച്ചടി കിട്ടും. പണ്ടൊക്കെ പിന്നെ എന്നായിരുന്നു. ഇപ്പോൾ അധികം വൈകാതെ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ശബരിമലയിലെ കൊള്ളയിൽ ഹൈക്കോടതി ഇറങ്ങിയതോടെ കേരളം കാണുന്നത്. സ്വർണ്ണക്കൊള്ള കേസിലെ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഗോവർദ്ധന്റെയും പങ്കജ് ഭണ്ഡാരിയുടെയും പങ്ക് വെളിപ്പെടുത്തിയത് പോറ്റി എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. 2 പേരിൽ നിന്നും സ്വർണം കണ്ടെത്തിയിട്ടുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും വേർതിരിച്ചെടുത്ത സ്വർണത്തിൽ 150 ഗ്രാം പണിക്കൂലിയായി വാങ്ങിയെന്നാണ് വിവരം. ഗോവർദ്ധന്റെ കയ്യിൽ നിന്നും 470 ഗ്രാം സ്വർണവും കണ്ടെത്തി. ഇവർക്ക് ദേവസ്വം ജീവനക്കാരുമായുള്ള ബന്ധം കണ്ടെത്താൻ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്.
ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ ശങ്കർദാസ്, വിജയകുമാർ എന്നിവരെ ഉടൻ തന്നെ ചോദ്യം ചെയ്യും. ഇതുവരെ SITയുടെ ഒരു നീക്കം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലേക്ക് കാട്ടുകള്ളന്മാരെ ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിപ്പിക്കുന്നു. ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ചെയ്യുന്നു. ഇത് തന്നെയാണ് ഇനി ശങ്കർദാസിന്റെയും വിജയകുമാറിന്റെയും കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഇവരെ ഉടൻ തന്നെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരിക്കണം എന്നാണ് ഹൈക്കോടതിയും ഉത്തരവിട്ടിരിക്കുന്നത്. ഹൈക്കോടതിയെ മറികടന്നുകൊണ്ടൊന്നും ചെയ്യാൻ സർക്കാരിനോ പാർട്ടിക്കോ കഴിയില്ല. അതുകൊണ്ട് ശങ്കർദാസിനെയും വിജയകുമാറിനെയും ഒക്കെ ചോദ്യം ചെയ്യലിന് പാർട്ടിക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. അറസ്റ്റിലായ പങ്കജ് ഭണ്ഡാരിയെയും ബെല്ലാരിയിലെ റൊദ്ദം ജ്വല്ലറി ഉടമ ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ വാങ്ങാൻ SIT ഇന്ന് അപേക്ഷ നൽകും. ലോഹപ്പാളികളിൽ ഉള്ളത് ശബരിമല സ്വർണമാണെന്നറിഞ്ഞാണ് ഇരുവരും കൊള്ളയ്ക്ക് കൂട്ടുനിന്നത് എന്നാണ് SIT വ്യക്തമാക്കുന്നത്. 474 ഗ്രാം സ്വർണം കയ്യിൽ കിട്ടിയപ്പോൾ കുറ്റബോധം തോന്നിയെന്നും പരിഹാരമായി ശബരിമലയിൽ സ്പോൺസർഷിപ്പിലൂടെ അന്നദാനത്തിനും മാളികപ്പുറത്ത് മാല വാങ്ങാനുമായി 20 ലക്ഷം നൽകിയാൽ മതിയെന്നും പോറ്റി പറഞ്ഞതായി ഗോവർദ്ധൻ മൊഴി നൽകിയിട്ടുണ്ട്. പണം നൽകിയതിന്റെ തെളിവുകളും ഗോവർദ്ധൻ SITക്ക് നൽകിയിട്ടുണ്ട്. സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ഗോവർദ്ധന്റെ കൈവശം എത്തിച്ച കൽപേഷിനെ വീണ്ടും ചോദ്യം ചെയ്യും. കൊള്ളയടിച്ച സ്വർണം ആർക്ക് കൈമാറി എന്നതിൽ വ്യക്തതയുണ്ടാക്കാൻ ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ കഴിയുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. കേസിൽ ഇരുവരും ജാമ്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് വിവരങ്ങൾ. ഓടിച്ചെല്ലി ഇപ്പോൾ ഹൈക്കോടതി അങ്ങ് ജാമ്യമെടുത്തു തരും. ഇതിനിടെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മറ്റൊരു മുൻ ജീവനക്കാരനെ ബുധനാഴ്ച അധികൃതർ അറസ്റ്റ് ചെയ്തിരുന്നു. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S ശ്രീകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. ശ്രീകുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി സേവനമനുഷ്ഠിക്കുമ്പോൾ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ ലോഹ ആവരണം നീക്കം ചെയ്ത് ബംഗളൂരു ആസ്ഥാനമായുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശുന്നതിനായി കൈമാറിയത്. കേസിൽ നേരത്തെ ഇദ്ദേഹത്തെ പ്രതി ചേർത്തിരുന്നു. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 7 ഇത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ അറസ്റ്റിലായ എണ്ണത്തിന്റെ കാര്യമാണ് പറയുന്നത്. പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. കൊല്ലത്തെ വിജിലൻസ് കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് ശബരിമല സ്വർണ്ണ കൊള്ളയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ഉടൻ ആരംഭിക്കും. FIR, റിമാൻഡ് റിപ്പോർട്ട്, മറ്റനുബന്ധ രേഖകൾ എന്നിവയുൾപ്പെടെ കേസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും EDക്ക് കൈമാറിയിട്ടുണ്ട്. ശബരിമലയിൽ ഏതാണ്ട് നിർണായക ഘട്ടത്തിലേക്ക് SIT കടക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.